ഓണത്തിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ രുചികരമായ നല്ലൊരു മധുരം ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം നന്നായിട്ട് കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഏത്തപ്പഴം ആവിയിൽ വേവിക്കാനായിട്ട് വെക്കാം. ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഏത്തപ്പഴം വേവിക്കാനായിട്ട് വെക്കാം. ഇത് നല്ലതായിട്ട് പഴുക്കാത്ത ഏത്തപ്പഴമാണ്. നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് എടുത്ത് കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ഏത്തപ്പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഏത്തപ്പഴം ചൂടാറിയതിന് ശേഷം തോലൊക്കെ മാറ്റിയെടുക്കാമേ. തോല് മാറ്റിയതിന് ശേഷം ഈ ഏത്തപ്പഴം രണ്ടായിട്ട് കീറിയതിന് ശേഷം അതിന് നടുക്കുള്ള ഈ കറുത്ത നാരുകളില്ലേ, അതൊക്കെ എടുത്ത് മാറ്റാമേ. മുഴുവനും അതിൻ്റെ ഈ നാരുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കണം. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇത് അധികം പഴുകാത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് ഒരുപാട് ലൂസായിട്ടൊന്നും കിട്ടൂല കേട്ടോ. ഇത്തിരി കട്ടിക്കേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഇത്തിരി പാലോ വെള്ളമോ ചേർത്ത് അരച്ചെടുക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഞാൻ അരച്ചെടുത്തതാണ് കേട്ടോ. ഏത്തപ്പഴം മുഴുവനും ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. മുഴുവൻ ഏത്തപ്പഴം ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ 1-ാം പാല് ഇതാണ്. 1 ഗ്ലാസ് 1-ാം പാല്, 2 ഗ്ലാസ് 2-ാം പാല്, 2 ഗ്ലാസ് 3-ാം പാല്. അപ്പോൾ ഇത്രയും ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴമില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുണ്ടാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത്. എനിക്ക് പക്ഷേ ഈ പരുവത്തിലുള്ള പഴമാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു. നാടൻ പഴമായിരുന്നു. ഇത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം. വഴണ്ടി വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പരുവം. ഏത്തപ്പഴം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. 350 ഗ്രാം ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് മധുരമായിരുന്നേ. ശർക്കര പാനിയിൽ കിടന്ന് പഴം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. പഴം ശർക്കര പാനിയെ നന്നായിട്ട് പിടിച്ച് വരാനായിട്ട് ഇതുപോലെ ഒരു ചട്ടകം കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ശർക്കര പാനി തിളച്ച് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പഴവും ശർക്കരയും നന്നായിട്ട് തിളച്ച് ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. കുറച്ച് ചവ്വരി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ചേർത്ത് കൊടുക്കുവാണേ. ചവ്വരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വഴറ്റി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് കട്ടിയായി പോകണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഈ ഒരു പരുവം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 3-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിലൊന്നും പിടിച്ചു പോവരുത്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 3-ാം പാല് ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. 3-ാം പാല് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുവാണേ. 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിം വെച്ച് തിളപ്പിക്കണേ. 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2-ാം പാല് 3-ാം പാലിൻ്റെ അത്ര തിളച്ച് കുറുകണ്ട. നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി 1-ാം പാലാണ് ചേർക്കേണ്ടത്. ഒന്നുകിൽ അടുപ്പ് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അണയ്ക്കണം. ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 1-ാം പാല് ചേർത്ത് കൊടുക്കണത്. 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇനി വേണ്ടത് ചുക്കുപൊടിയാണ്. ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യണേ. തിളച്ച് പോകരുത്. 1-ാം പാൽ ഒഴിച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യണം. ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. തിളയ്ക്കാതെ എടുത്ത്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വറുത്തിടാമേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാമേ.
കാഷ്നട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാമേ. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് ഉണക്കമുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉണക്കമുന്തിരിയും കൂടെ റെഡിയായി കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാമേ. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള നെയ്യിൽ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാമേ. തേങ്ങാക്കൊത്തും കൂടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിൽ വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാമേ. പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ രുചികരമായ ഏത്തപ്പഴ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പായസം കുടിക്കുമ്പോൾ നമ്മൾ കടലപ്രഥമൻ കുടിക്കണം അതേ രുചിയാണ് കേട്ടോ. അപ്പോൾ കടലപ്രഥമൻ അസിഡിറ്റിയുടെയൊക്കെ പ്രശ്നമുള്ളവർക്ക് കുടിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ ഏത്തപ്പഴ പ്രഥമൻ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.